കൃപാസനം സഞ്ചാരി മാതാവ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് ആ പുണ്യഭൂമിയിൽ നിന്നും അത്ഭുതങ്ങൾക്ക് തുടക്കം കുറിച്ച പരിശുദ്ധ അമ്മ മാതാവിനോട് നിന്റെ മനസ്സിലെ ഒരു ആവശ്യം പറഞ്ഞ് പ്രാർത്ഥിക്കാം. കാരുണ്യനാഥേ, വാഗ്ദാന പേടകമേ, ഞങ്ങളുടെ നിയോഗങ്ങളിൽ ഇടപെടണമേ. അമ്മയുമായി നാം വയ്ക്കുന്ന ഓരോ ഉടമ്പടിയും നമ്മുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾക്കും മാറ്റങ്ങൾക്കും വഴിതുറക്കും എന്നതിൽ സംശയമില്ല. കണ്ണുനീരോടെ കൃപാസനത്തിൽ അണയുന്ന ഒരു മകനെയും വെറുങ്കൈയോടെ മടക്കി അയക്കാൻ ആ സ്നേഹനിധിയായ അമ്മയ്ക്ക് കഴിയില്ല. വിശ്വാസത്തോടെയും കരുതലോടെയും അമ്മയുടെ വസ്തുതുമ്പിൽ പിടിക്കുന്നവർക്ക് ഇരുളടഞ്ഞ പാതകളിൽ വഴികാട്ടുന്ന പ്രകാശമായി ഉടമ്പടി മാതാവ് എന്നും കൂടിയുണ്ടാകും. എന്തു ചോദിച്ചാലും അമ്മ നിനക്ക് തരും. അതിനു നീ പ്രാർത്ഥിച്ചു ഒരുങ്ങണം. നിന്റെ പ്രാർത്ഥന അമ്മയുടെ സന്നിധിയിൽ എത്തണം. അതിന് നിനക്ക് തീർച്ചയായും സാധിക്കും. നീ ഒന്ന് മനസ്സു വെച്ചാൽ മതി. ഓരോ പ്രാർത്ഥനയും നിന്നെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നു. വിശ്വാസത്തോടെ നീങ്ങുക. വിജയം നിനക്ക് ഉറപ്പാണ്. നിന്റെ നിയോഗങ്ങളിൽ കൃപാസനം മാതാവ് ഇടപെടാൻ തുടങ്ങിയിരിക്കുന്നു. കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് ആ പുണ്യഭൂമിയിൽ നിന്നും അത്ഭുതങ്ങൾക്ക് തുടക്കം കുറിച്ച പരിശുദ്ധ അമ്മ മാതാവിനോട് നിന്റെ മനസ്സിലെ ഒരു ആവശ്യം പറഞ്ഞ് പ്രാർത്ഥിക്കാം. കാരുണ്യനാഥേ, വാഗ്ദാന പേടകമേ, ഞങ്ങളുടെ നിയോഗങ്ങളിൽ ഇടപെടണമേ. കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് ആ പുണ്യഭൂമിയിൽ നിന്നും അത്ഭുതങ്ങൾക്ക് തുടക്കം കുറിച്ച പരിശുദ്ധ അമ്മ മാതാവിനോട് നിന്റെ മനസ്സിലെ ഒരു ആവശ്യം പറഞ്ഞ് പ്രാർത്ഥിക്കാം. കാരുണ്യനാഥേ, വാഗ്ദാന പേടകമേ, ഞങ്ങളുടെ നിയോഗങ്ങളിൽ ഇടപെടണമേ. നിന്റെ നിയോഗങ്ങൾ ഈശോയിൽ നിന്നും ലഭിക്കുന്നതുവരെ നിന്റെ ഉടമ്പടിക്ക് അമ്മ മാതാവ് കാവൽക്കാരിയായിരിക്കും. മാതാവിന്റെ അത്ഭുതങ്ങൾ തന്നെ സ്നേഹിക്കുന്ന മക്കളുടെ നിയോഗങ്ങളിലൂടെ നിറവേറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഉടമ്പടി പ്രാർത്ഥനകളിൽ വിശ്വാസത്തോടെ പങ്കെടുക്കുക. കൃപാസനം അമ്മയ്ക്ക് നന്ദി പറയാം. സമയത്തിന് മേൽ അധികാരമുള്ള മാതാവ്, സഞ്ചാരി മാതാവ് നിന്റെ നിയോഗങ്ങളിലും സമയാധിഷ്ഠിതമായി നടത്തിത്തരും. സഞ്ചാരി മാതാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. സഞ്ചാരി മാതാവെ, ഞങ്ങളുടെ സാമ്പത്തിക മേഖലയിൽ പുരോഗതി ഉണ്ടാകണമേ. കടബാധ്യതകൾക്ക് ഉത്തരം തരണേ. ഞങ്ങളുടെ രോഗങ്ങൾക്ക് സൗഖ്യം തരണേ. നീ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വേദനിക്കുന്ന നിയോഗം സമർപ്പിച്ചു പ്രാർത്ഥിക്കാം. നിന്റെ കടബാധയാകാം, ഭർത്താവിന്റെ മദ്യപാനമാകാം, ഉറ്റവർ വേർപിരിഞ്ഞു പോയതിലുള്ള വേദനയാകാം, കാലങ്ങളായി ഒരു വീടിനു വേണ്ടി കരഞ്ഞു പ്രാർത്ഥിക്കുന്ന മക്കളുടെ ഫീസ് അടച്ചിട്ടില്ലല്ലോ എന്നുള്ള ദുഃഖമാകാം, മകളുടെ വിവാഹം ഇനിയും ശരിയായില്ലല്ലോ എന്നുള്ള വിഷമമാകാം. അങ്ങനെ നിന്നെ ഇപ്പോൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന നിന്റെ മനസ്സിലുള്ള ആവശ്യം അമ്മ മാതാവിനെ നോക്കി സമർപ്പിക്കാം. അമ്മ ഈ നിമിഷം നിന്റെ ആ സങ്കടപ്പെട്ട് സമർപ്പിച്ചിട്ടുള്ള നിയോഗത്തിൽ ഇടപെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തീർച്ചയായും പരിശുദ്ധ അമ്മ സഹായം നിന്റെ കാര്യങ്ങളിൽ ഇടപെടുക തന്നെ ചെയ്യും. ഏതു പ്രതിസന്ധികൾ വന്നാലും അവയെ ആത്മധൈര്യത്തോടെ ശാന്തമായി നേരിടാൻ നിനക്ക് കഴിയും. നിന്റെ കഠിന പരിശ്രമം വെറുതെയാവില്ല. ഒടുവിൽ നിനക്ക് നല്ല ഫലങ്ങൾ തന്നെ ഉണ്ടാകും. നീ ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങൾ തടസ്സങ്ങൾ മാറ്റി നിനക്ക് സാധ്യമാക്കി തരും പരിശുദ്ധ അമ്മ. നിങ്ങളുടെ പ്രാർത്ഥന അമ്മയ്ക്ക് ഉപേക്ഷിക്കുവാനാകില്ല.